കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൃപാസന ഉടമ്പടിയും അത്ഭുതങ്ങളും. ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിരുന്നു. അപ്പം ഞാനൊരു നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ 2 നിയോഗങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് മാതാവ് സാധിച്ചു തന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പള്ളിയിൽ പോകാനും ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൂടുതലും പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, നോയമ്പെടുക്കും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കാറുണ്ട്. എന്തൊരു വിശ്വാസമാണ്, എപ്പോഴും ഈ പ്രാർത്ഥനയാന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം അമ്മ പറയും, ഇതിൻ്റെയൊക്കെ നിന്നെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. ഒരു ജപമാല പോലും എനിക്ക് കഴുത്തിലിടാനായിട്ട് ഭയങ്കര ഒരു നാണം. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേക്കും സ്വർണ്ണമൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ ഒരു ജപമാല കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണല്ലോ. അപ്പം അതൊക്കെ ഞാൻ അങ്ങനെ ഇടാറില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം എൻ്റെ ചേച്ചി കൂടുതൽ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് പോയത്. അപ്പം പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ചേച്ചി എന്നെ കുറേ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയത്. അപ്പോൾ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണ്ണീറ്റ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുക, വൈകുന്നേരം ജപമാല ചൊല്ലിയതിന് ശേഷം നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുക, നോയമ്പെടുക്കുക, പിന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് എനിക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി ഞാൻ എടുത്തു. അതിൽ 6 നിയോഗങ്ങൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ നേരത്തെ വിളിച്ചാൽ പോലും ഞാൻ എണ്ണിക്കുകയില്ല. 7 മണിക്കാണ് ഞാൻ എണ്ണിക്കുന്നത്. അപ്പം പിന്നീട് ഞാൻ 5 മണിക്ക് എണ്ണീറ്റ് പ്രഭാത ഉടമ്പടി ചൊല്ലാൻ തുടങ്ങി. അതുപോലെ രാത്രി കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം നിയോഗിച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ബ്രസ്റ്റിനായിട്ട് ചെറിയ വേദനകളും ഒരു അസ്വസ്ഥതകൾ, എപ്പോഴും ഒരു കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അതായിരുന്നു സമർപ്പിച്ചത്. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ മുട്ടിനൊരു വേദന, ബോഡിക്ക് അസ്ഥികൾക്ക് മൊത്തം എനിക്ക് വേദനയായിരുന്നു. അതാണ് ഞാൻ ആദ്യം സമർപ്പിച്ചത്. ഞാൻ ചൊല്ലി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ ഒരു വേദനയെ അവിടെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഈ ഒരു നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒന്നും ആ ഒരു വേദന അവിടെ ഉണ്ടായിട്ടില്ല. 2ാമത്തെ നിയോഗമാണ്, ഞങ്ങൾക്ക് 7 വർഷമായിട്ടൊരു വീടില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ഇതിനു മുമ്പ് ഒരു 2-3 വർഷം ഞങ്ങൾ വാടകയ്ക്കാണ് ഇരുന്നത്. അപ്പോൾ സ്വന്തമായ ഒരു ഭവനം ലഭിക്കാനായിട്ട് ഞാനൊരു നിയോഗം വെച്ചിരുന്നു. അപ്പോൾ വന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ പണികൾ തുടങ്ങാനായിട്ട് സാധിച്ചു. അതെനിക്ക് എൻ്റെ ദൈവം, എൻ്റെ മാതാവാണ് അതെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. കാരണം 7 വർഷമായിട്ട് വീടില്ലാതെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണികൾ തുടങ്ങുവാനും, അത് ഏകദേശം പകുതി ഘട്ടമായിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം മാതാവും ഞങ്ങളെ കൂടെ ഇരുന്ന് സഹായിച്ചു. ആ ഒരു നിയോഗവും എനിക്ക് സാധിച്ചു തന്നു. പ്രാർത്ഥിക്കുമ്പോഴും കൂടുതലും നമുക്ക് പരീക്ഷണങ്ങൾ നേരിടും. ആ ഒരു അവസ്ഥ ഞങ്ങളുടെ അമ്മയ്ക്കുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്തു യാതൊരു ആപത്തും വരാതെ അമ്മയും ഇവിടം വരെ എത്തിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ പുറത്തൊരു മുഴ വന്നു. അതൊന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. സാധാരണ മുഴ എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാമല്ലോ. അപ്പം ഫാദർ ജോസഫ് അച്ഛൻ്റെ ഒരു ഉടമ്പടി ലൈവ് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ താഴെയായിട്ട് ഞാൻ കമൻ്റ് ഇട്ടു, അമ്മേ മാതാവേ, എൻ്റെ അമ്മയുടെ പുറത്തെ മുഴ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം യാതൊരു ആപത്തും വരാതെ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു. അതിൽ കുറേ പേര് വന്ന് കമൻ്റ് ഇട്ടായിരുന്നു, മാതാവ് നോക്കിക്കോളും, പേടിക്കണ്ട. അപ്പോൾ റിസൾട്ട് വന്നോന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ മെസ്സേജ് വിട്ടിരുന്നു. അപ്പം ഞാൻ ആ 2ാമത്തെ പ്രാവശ്യം കൃപാസനത്തിൽ പോകുന്ന സമയം ഈ ഒരു നിയോഗമാണ് ഞാൻ വെച്ചിരുന്നത്, അമ്മയ്ക്ക് യാതൊരു ആപത്തും വരാതെ. അപ്പം സ്കാനിങ് നെഗറ്റീവ് ആകുവാനാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ബയോപ്സി ഒന്നും ചെയ്യണ്ട, ഇത് നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. 10 ദിവസം റെസ്റ്റ് എടുത്തു. ഇപ്പം അമ്മ ജോലിക്ക് പോകുന്നു. അപ്പം അമ്മ മാതാവ് തന്നെയാണ് ആ അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം എനിക്കൊരു കാശിരൂപം പോലും കഴുത്തിലിടാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഉടമ്പടി എടുത്ത് കാശിരൂപം ഇത് നമ്മുടെ
കൂടെയുള്ളപ്പോൾ നമുക്ക് ഒരാപത്തും വരില്ല. അപ്പം ഓരോരുത്തരും ഓരോ ഇതിലും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസമൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്തോറും നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങളും നമ്മുടെ കൂടെ ലഭിക്കും. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു 10 വർഷമായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫ് സ്പോയിലായെന്ന് വിചാരിച്ച ടൈമുകളുണ്ടായിരുന്നു. മറ്റുള്ളവർ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വേദനിച്ചിരുന്നു. അപ്പോൾ ആ ഒരു നിയോഗവും ഞാൻ മാതാവിൻ്റെ മുന്നിൽ വെച്ചിരുന്നു. ഇപ്പം ഞങ്ങളുടെ കുടുംബം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് രോഗികളും പ്രയാസമേറിയ ആൾക്കാരുമൊക്കെ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കായിട്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ പോകൂ, ഉടമ്പടി എടുക്കൂ, നിയോഗങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കൂ. ഉറപ്പായും അത് സാധിച്ചു തരും. ഇപ്പോഴും ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട്. ഞാൻ നിനക്ക് ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഉറപ്പായും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.